ഹലോ, കേരള രുചിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കട്ട്ലൈറ്റ് ആണ് കേട്ടോ, ബീഫിന്റെ കട്ട്ലൈറ്റ്. അപ്പൊ നമ്മൾ അതൊന്നും കാണിച്ചിട്ടില്ല വീഡിയോയില്. നമ്മള് ഞാൻ കൈ കഴുകിയതാണ് കേട്ടോ. അത് ബീഫ് വേവിച്ച് അതിനെ മിക്സിയിൽ ഇട്ടൊന്ന് കറക്കിയെടുത്തു. അപ്പൊ ഇതെങ്ങനെ കിട്ടി. പിന്നെ ഇതില് നമ്മള് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള, കറിവേപ്പില ഇതും ഒന്ന് വഴറ്റിയിട്ട് നമ്മൾ ഒരു 1/4 ടീസ്പൂൺ വേണ്ട, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇത് ചേർത്തിട്ടുണ്ട് കേട്ടോ. അതിൽ ഇത്തിരി കുരുമുളകും. ഇതിലേക്ക് 2 ഉരുളൻകിഴങ്ങ് ചേർക്കണം കേട്ടോ. അത് നമ്മൾ പുഴുങ്ങിയെടുത്തതാണ് കേട്ടോ. ഉരുളൻകിഴങ്ങ് നമ്മൾ പുഴുങ്ങിയെടുത്തതാണ്. ഒരു വലുതും ഒരു ചെറുതുമാണ്. അപ്പൊ ഇതിൽ ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഒരെണ്ണം മതിയെങ്കിൽ ഒരെണ്ണം ചേർത്തിയാൽ മതി. ചേർത്തിട്ട് നോക്കിയിട്ട് ചെയ്യാം. ഇത് ഉപ്പ് ചേർത്തിട്ടുള്ളതാണ് കേട്ടോ. നമ്മൾ ബീഫ് വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. സവാള വഴറ്റുമ്പോഴും ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി നോക്കിയിട്ട് നമുക്ക് ഉപ്പ് ചേർത്തിയാൽ മതി. അപ്പൊ ഇങ്ങനെ കുഴച്ചെടുക്കുക. അത് അപ്പൊ ഇതിങ്ങനെ പിടിക്കാൻ പറ്റണ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉരുളൻകിഴങ്ങ് ചേർക്കണേ. നമുക്ക് നമ്മൾ ആ വലിയ ഉരുളൻകിഴങ്ങ് മാത്രം തന്നെ ചേർത്തിയുള്ളൂ. അത്ര ചേർത്തിയാൽ മതി. എന്നിട്ട് നമുക്ക് ഷേപ്പിൽ ഇങ്ങനെ എടുക്കുക. ഷേപ്പാക്കണ പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അച്ചുകളൊക്കെ. അതുണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് ഷേപ്പാക്കി എടുത്താൽ മതി. അപ്പൊ നമുക്ക് ഇങ്ങനെ ഓരോന്നും ഷേപ്പാക്കി എടുക്കുക കേട്ടോ. നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇതിപ്പോ എല്ലാവർക്കും ഉണ്ടാക്കാനൊക്കെ അറിയണതാണ്. അതാണ് ഞാൻ ആദ്യത്തെ ഇതൊന്നും കാണിക്കാണ്ടിരുന്നത്. ഒരു 6 എണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് 2 ബ്രെഡ് പൊടിച്ചെടുക്കാം കേട്ടോ. ബ്രെഡ് നമ്മൾ പൊടിച്ചെടുത്തു. ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഒരു കോഴിമുട്ട അടിച്ചെടുക്കുക. ഒരു നുള്ളു ഉപ്പ് ചേർക്കുക. ഒരു നുള്ളു ഉപ്പ് ചേർക്കുക. നമ്മൾ കോഴിമുട്ടയും അടിച്ചെടുത്തു. ഇനി നമുക്ക് ഓരോന്നും ഇതിൽ മുക്കിയെടുക്കുക. കോഴിമുട്ട അടിച്ചതിൽ മുക്കിയെടുത്തിട്ട് ബ്രെഡിൽ വെച്ചിട്ട് ഈ കോഴിമുട്ട മുക്കാനായിട്ട് കൈയിട്ട കയ്യിൽ നമ്മൾ ബ്രെഡ് തൊടരുത്. അപ്പൊ ബ്രെഡ് പെട്ടെന്ന് കട്ടയും. മറ്റേ കൈ കൊണ്ട് ഇങ്ങനെ കോട്ടിങ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ വീട്ടിൽ വേറെ ആൾക്കാരുണ്ടെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. നമ്മൾ തന്നെ അതിൽ കൈയിട്ടിട്ടുണ്ടെങ്കിൽ ഈ ബ്രെഡ് പൊടി പെട്ടെന്ന് കട്ട പിടിക്കും. നമ്മുടെ ഈ കോഴിമുട്ടയുടെ വെള്ളം അതിൽ വീഴുമ്പോൾ അത് കട്ട പിടിക്കാൻ ചാൻസ് അല്ല, കട്ട പിടിക്കും. അപ്പൊ നമ്മൾ മറ്റേ കൈ കൊണ്ട് ബ്രെഡാക്കി കൊടുക്കുക. നമുക്കൊക്കെ ഇതേപോലെ ചെയ്തെടുക്കാം. ബീഫ് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് വേവിച്ചിട്ട് മിക്സിയുടെ ജാറിൽ അടിച്ചെടുത്തു. എന്നിട്ട് സവാള, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഒക്കെ കൂടി മൂപ്പിച്ചെടുത്തിട്ട്
അതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഒരു ലേശം ചേർത്തിട്ട് ഗരം മസാലയൊക്കെ ചേർത്തിട്ട് നമ്മൾ ചിക്കൻ മിക്സിയിൽ അടിച്ചുല്ലോ അത് നമ്മൾ അതിൽ ചേർത്തി ഒന്നിങ്ങനെ മുരിച്ച മാതിരി എടുക്കണം കേട്ടോ ചെറുതായിട്ട്. അതിലേക്ക് നമ്മൾ ഉരുളൻകിഴങ്ങ് ചേർത്തു, 2 ബ്രെഡ് പൊടിച്ചെടുത്തു, പിന്നെ ഒരു കോഴിമുട്ട നമ്മൾ അടിച്ചെടുത്തു. എന്നിട്ട് നമ്മളിപ്പോൾ അത് മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡിൽ മുക്കിയെടുത്തു. നമ്മുടെ 6 കട്ട്ലേറ്റും കൂടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കൈ കഴുകട്ടെ. എത്ര മുട്ട ബാക്കി വന്നു, ബ്രെഡ് പൊടിച്ചതും കുറച്ച് ബാക്കി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ചു കൊടുക്കാം. ഒരു ചീഞ്ചട്ടി വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. മുങ്ങിക്കിടക്കേണ്ടത് മതി കേട്ടോ. നമ്മൾ കുറച്ചായ കാരണം ചെറിയ പാത്രത്തിൽ ഉണ്ടാക്കണേ, 1-2 ഇട്ട് നമുക്ക് എടുക്കാം കേട്ടോ. പിന്നെ ഒരുപാട് എണ്ണ വേസ്റ്റ് ആവും വെറുതെ. നമ്മൾ വേറെ വലിയ പാത്രത്തിലൊക്കെ വെക്കുമ്പോൾ അതനുസരിച്ച് എണ്ണ ഒഴിക്കണം. അപ്പം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇത് ഓരോന്ന് ഇട്ട് കൊടുക്കുക. അപ്പം ഇടയ്ക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഒന്ന് മൂത്തതിന് ശേഷം തിരിച്ചു മറിച്ചിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ പൊട്ടിപ്പോകും. ഇതായിട്ടുണ്ട്, നമുക്ക് എടുക്കാം കേട്ടോ. നമുക്ക് അടുത്തത് ഇട്ട് കൊടുക്കാം. ഇത് പിന്നെ എല്ലാതും വെന്തത് കാരണം നമുക്ക് പെട്ടെന്ന് ആയിക്കഴിഞ്ഞാൽ എടുക്കുക. കാര്യം ഉള്ളു വേവണമെന്നൊന്നുമില്ല, നമ്മൾ ഉള്ളിലുള്ളതൊക്കെ വെന്തതാണ്. അതുകൊണ്ട് ഒരുപാട് സമയം ഇങ്ങനെ മൂപ്പിച്ചെടുക്കുകയൊന്നും വേണ്ട കേട്ടോ. കാര്യം ഇതൊക്കെ വെന്തിട്ടുള്ളതാണ് ഇതിൻ്റെ ഉള്ളിലൊക്കെ. ആ മുട്ട നമ്മൾ മുക്കണ കാരണമാണ് ആ പത വരുന്നത് കേട്ടോ, വേറൊന്നുമല്ല. നമ്മൾ മുട്ട മുക്കിയിട്ടുണ്ടല്ലോ കട്ട്ലൈറ്റിന്, അതുകൊണ്ടൊരു പതപതപ്പ്. അപ്പോൾ നമ്മുടെ കട്ട്ലൈറ്റ് എല്ലാതും ഉണ്ടാക്കിയെടുത്തു കേട്ടോ. ഇതാണ് നമ്മുടെ കട്ട്ലൈറ്റ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ, നല്ല ടേസ്റ്റാണ്. നമുക്ക് ഒരെണ്ണം തിന്ന് നോക്കാം.
നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അടിപൊളിയാണ്.